വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5, 6, 7, 8, 9, 10 എന്നീ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് വരുന്ന പോർഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്ക് ആദ്യം 10ാം ക്ലാസ്സിലെ നോക്കാം. 10ാം ക്ലാസ്സിലെ 2 യൂണിറ്റ് ആയിരിക്കും. ഒന്നാമത്തെ ചാപ്റ്റർ ബീർ ബഹുട്ടി എന്ന പാഠത്തിൽ നിന്നും, രണ്ടാമത്തെ ചാപ്റ്റർ ഹതാശാ സേ ഏക് വ്യക്തി ബട്ട് ഗയാ ഥാ എന്ന പാഠത്തിൽ നിന്നും, പിന്നെ മൂന്നാമത്തെ പാഠമായ ടൂട്ടാ പഹിയ, അതുപോലെ നാലാമത്തെ ബണ്ടി എന്നൊരു നോവലുണ്ട്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് വരില്ല. അപ്പോൾ അതൊന്നും പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാഠമാണ്. പിന്നെ 5ാമത്തെ പാഠം അയാം കലാം കെ ബഹാനെ, 2 യൂണിറ്റ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ചാപ്റ്റർ ബീർ ബഹൂട്ടി, ഹതാശാ സേ ഏക് വ്യക്തി ബട്ട് ഗയാ ഥാ, ടൂട്ടാ പഹിയ, അയാം കലാം കെ ബഹാനെ, ഈ 4 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓണപ്പരീക്ഷയ്ക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് 9ാം ക്ലാസ്സിലെ നോക്കാം. 9ാം ക്ലാസ്സിലെ 2 യൂണിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ഒന്നാമത്തെ യൂണിറ്റിലെ ജട്ട്പട്ട് ഔർ നട്ട്കട്ട് എന്ന പാഠം, ബഹുത്ത് ദിനോം കെ ബാദ് എന്ന കവിതയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഭൂഡി കാക്കി ബ്ലർബ്, അതിലത്തെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിലെ ഹരിയാലിക്ക് ചൗമ എന്ന യൂണിറ്റിലെ ഗർ എന്ന പാഠത്തിൽ നിന്നും ഫൂൽ എന്ന പാഠത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ 9ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. 2 യൂണിറ്റാണ് ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. ഇനി നമുക്ക് 8ാം ക്ലാസ്സിൽ നോക്കാം. 8ാം ക്ലാസ്സിലെയും ഫസ്റ്റത്തെ യൂണിറ്റിലെ ഷഹൻഷാ അക്ബർ കോ കോൺ സിക്കായക എന്ന പാഠത്തിലെയും, പിന്നെ പോൾ ഗുൽഗയ, അത് അതിരിക്ത് വാചനാണ്, അതിൽ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഗ്യാൻ മാർഗ്, സുഖദുഃഖ്, പിതാക്ക പ്രായശ്ചിത്ത്. അപ്പോൾ 2, 3, 4 ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കേണ്ടത്. ഇതിൽ നിന്ന് ഓണപ്പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരും. ഇനി 7ാം ക്ലാസ്സിലെ നമുക്ക് 2 യൂണിറ്റ് തന്നെയാണ്. ഒന്നാമത്തെ യൂണിറ്റിലെ പ്യാർ എന്ന ഭാഗമാണ്. ഗുദ്സെ പ്യാർ എന്ന കവിതയിൽ നിന്നും, സാഫ് സഫായി മേ ഔവൽ ഗാവ് എന്ന പാഠത്തിൽ നിന്നും, പിന്നെ യൂണിറ്റ് 2ലെ പരിശ്രം, ഗാന്ധിജി കി നമക് കഥ, യഹ് ധർത്തി ഉസ് കിസാൻ കി, ഇത്രയും ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ഗുദ്സെ പ്യാർ, സാഫ് സഫായി മേ ഔവൽ ഗാവ്, ഗാന്ധിജി കി നമക് കഥ, യഹ് ധർത്തി ഉസ് കിസാൻ കി, ഈ 4 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഇനി 6ാം ക്ലാസ്സിലെ ബാദൽ ദാനി, ബാരിഷ് കൈസേ മിലി, ജഗ്മഗ് താര, യേ മേരെ വതൻ കെ ലോഗോം, ഹിന്ദുസ്ഥാൻ ഹമാര. ആദ്യത്തെ ബാദൽ ദാനി, അതുപോലെ ബാരിഷ് കൈസേ മിലി, പിന്നെ ജഗ്മഗ് താര. അതിൽ യേ മേരെ വതൻ കെ ലോഗ് അതിരിക്ത് വാചനാണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഹിന്ദുസ്ഥാൻ ഹമാര. അപ്പോൾ ഇത്രയും ചാപ്റ്ററാണ് 6ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് 5ാം ക്ലാസ് നോക്കാം. 5ാം ക്ലാസ്സിലെ യൂണിറ്റ് 1, യൂണിറ്റ് 2 ഉണ്ട്. യൂണിറ്റ് 1ലെ ധൂപ് ആ ഗയി, ടോമി ഔർമേ, പിള്ള, അതുപോലെ യൂണിറ്റ് 2ലെ ചിഡിയാക്ക ഗർ, വിചിത്ര ജീവ്, ഇത്രയും ചാപ്റ്ററിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഓണപ്പരീക്ഷയ്ക്കുള്ള പോർഷൻസ് മനസ്സിലാക്കി ചാപ്റ്റർ ഇരുന്ന് പഠിക്കുക. ഓണപ്പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. നമുക്ക് 10ാം ക്ലാസ്, അതുപോലെ 9ാം ക്ലാസ്, 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 40ലാണ് എക്സാം ഉണ്ടായിരിക്കുക. 7ാം ക്ലാസ്സിലൊക്കെ 25ലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ.